തഫ്സീർ ലോകം കണ്ട ഏറ്റവും വലിയ തഫ്സീർ രചിച്ച കശാഫ് എന്ന് പറയുന്ന ആ ഖുർആനിന്റെ തഫ്സീറിന്റെ ഓദർ, രചയിതാവ്, മുഫസ്സിർ ബഹുമാനപ്പെട്ട ഇമാം സമഖ്ശരി റളിയല്ലാഹു തആല അൻഹു ബാല്യത്തിൽ ഭയങ്കര വികൃതിയായിരുന്നു. ചെറുപ്പത്തിൽ എന്താ പണിയെന്നറിയാവോ? പക്ഷികളെ വേട്ടയാടി പിടിക്കും. പക്ഷികളെ വേട്ടയാടി പിടിച്ചിട്ട് ആ പക്ഷിയുടെ കാലൊടിച്ചിട്ട് ആ കാലിൽ നൂല് കെട്ടി കളിക്കും. പട്ടം പറത്തുന്നതുപോലെ കളിക്കും. ഇതാണ് ഡ്യൂട്ടി. ചെറുപ്പത്തിൽ ഉമ്മ പല പ്രാവശ്യം വാണിംഗ് കൊടുത്തു, അരുത്, കേട്ടില്ല. ഒരു ദിവസം കൗമാരപ്രായത്തിലെത്തി, വീണ്ടും പക്ഷിയെ വേട്ടയാടി ആ പക്ഷിയുടെ കാലുമെല്ലെ ഒടിച്ചു, നൂലിട്ട് കെട്ടി കളിച്ചുകൊണ്ട് നടന്നു. ഉമ്മ പറഞ്ഞു, മര്യാദയ്ക്ക് നിർത്തിക്കോണം, ഇല്ലെങ്കിൽ നിന്റെ കാലും അല്ലാഹു ഇതേപോലെ എന്നൊരൊറ്റ പറച്ചിൽ. അദ്ദേഹം കഴുതപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, കാല് ഭാഗികമായി തളർന്നുപോയി, ഒടിഞ്ഞുപോയി. വാക്കിംഗ് സ്റ്റിക്കിലാണ് പിന്നെ നടന്നത്. ബഹുമാനപ്പെട്ട ഒരു തഫ്സീറിന്റെ രചയിതാവ് ബഹുമാനപ്പെട്ട ഇമാം സമഖ്ശരി റളിയല്ലാഹു തആല ഉമ്മാന്റെ സഡൻ ആക്ഷൻ ദുആയാണ്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ദഅവത്തുൽ വാലിദ അസ്റഉ ഇജാബ. ദുആ സ്വീകരിക്കുന്നല്ല മുത്തുനബി പറഞ്ഞത്, പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവുന്ന. ഉമ്മാന്റെ ഉപ്പാന്റെ ദുആ പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവും.